ഇന്നൊരു ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കിയാലോ. 1/2 കിലോ ഫിഷ് വെച്ചുള്ള ഒരു കട്ട്ലറ്റ് പരിപാടിയാണ് ഞാൻ ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത്. എടുത്തിരിക്കുന്നത് ചുമന്ന ചൂരയാണ്. ഒരു 1 കിലോ കൊണ്ടുവന്ന് ഞാനതിനെ ഒന്ന് പുഴുങ്ങി, എല്ലാം 1 കിലോയും പുഴുങ്ങിയെടുക്കുക. പക്ഷേ 1/2 കിലോയുടെ ഞാൻ സെപ്പറേറ്റ് ആക്കി ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ പറയാമേ. അതിന് ഞാനിപ്പം കഴുകിയെടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും സ്വല്പം ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കുവാണേ. ഒന്ന് പുഴുങ്ങി കിട്ടിയാൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുള്ളെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നത്. നമ്മൾ ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ നല്ല പീസസ് വാങ്ങിച്ചാൽ, മുള്ളില്ലാത്തത് വാങ്ങിച്ചാൽ ഇത്രയും പ്രയാസമൊന്നുമില്ല. ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിങ്ങനെ വേവിച്ചെടുത്താൽ മതി. ഈ വേവിക്കുന്ന സമയം നമ്മൾ പൊട്ടറ്റോയും പുഴുങ്ങി തോൽ കളഞ്ഞ് വെക്കണമേ. മീൻ പുഴുങ്ങീസായി. ഇനി നമുക്ക് ഇതിനകത്തെ മുള്ളൊക്കെ കളഞ്ഞ് സെയിം ചീൻചട്ടിയിലോട്ട് തന്നെ അതേ വെള്ളത്തിലോട്ട് തന്നെ നമുക്ക് മുള്ളും കളഞ്ഞ്, പിന്നെ ഇതിനകത്ത് കറുപ്പ് കളറിലിരിക്കും ഈ ചുമന്ന ചൂരയ്ക്ക് ഒത്തിരി ഉണ്ട്. അങ്ങനെ അതൊന്നും ഇവിടെ ആരും കഴിക്കത്തില്ല കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് ആ മുള്ളും ആ കറുപ്പ് കളറും ഒക്കെ ഒന്ന് ഇളക്കി കളഞ്ഞ് നമുക്ക് സെയിം വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് നന്നായിട്ട് വേവിച്ച് പറ്റിച്ചെടുക്കണം. അത് വെന്ത് പറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഓണിയൻ, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, കറി ലീവ്സ് എല്ലാം ഇത്രയും സാധനവും നന്നായിട്ട് ചെറുതായിട്ട് ഞുറുക്കി വെക്കണമേ. നോക്കിയേ, ഇത്രയും വേസ്റ്റായേ. മുള്ളൊക്കെയാണത്. മുള്ളും അതിൻ്റെ കറുപ്പ് ഇളക്കി നോക്കിയാൽ. ഇനി ഈ വെള്ളത്തിലുള്ളത് നമ്മൾക്കിത് ഇങ്ങനെ തന്നെ പറ്റിച്ചെടുക്കാം. ഇത് 1 കിലോ മീനാണെങ്കിലും ഒന്നുമില്ല, ഇങ്ങനെ തന്നെ 1/2 കിലോയുടെയും ചെയ്യുന്നത്. ഇതിൻ്റെ ഹാഫൊക്കെ ചെയ്താൽ മതി, വെള്ളം ഒഴിക്കുന്നതും ബാക്കി കാര്യങ്ങൾ ഏകദേശം പറ്റി. ഞാൻ ഇച്ചിരി കുരുമുളക് ഇട്ട് ഇളക്കുവാണേ. ഞാൻ ഇതിൻ്റെ പകുതി അങ്ങ് മാറ്റും. അപ്പം 1/2 കിലോ മീനായല്ലോ ഇപ്പോൾ ചീനിച്ചട്ടിയിൽ. ഒരു 1/2 സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് ഞാനൊന്ന് ഇളക്കിയിട്ട് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് ഒന്നടിച്ച് അതും അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതും എടുത്തു വെച്ചു. ഇനി നമ്മൾക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കടായി വെച്ചിട്ട് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ കടായിലിട്ട് ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ചേക്കുന്നതെല്ലാം ഇട്ടൊന്ന് നന്നായി ഇളക്കുക. ഒണിയൻ്റെ ആ വെള്ളം നനവ് മാറുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് തന്നെ നമ്മൾ മിക്സിയിൽ പൊടിച്ച് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന മീനും കൂടി ഇട്ടിട്ട് കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, കായപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇതിൽ ചെയ്യുന്നത് പോലെ കറക്റ്റ് ഇട്ട് കൊടുക്കുക. ഇതിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെ അളവ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മല്ലിപ്പൊടി ഇടാതെ പകരം മല്ലിയില ഒരു പിടി ഞുറുക്കിയിട്ടാലും മതി കേട്ടോ. അതുപോലെ പൊടികളെല്ലാം നമ്മൾ ആ ഉള്ളി വഴറ്റി കഴിയുമ്പം തന്നെ എല്ലാ പൊടികളും ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെച്ച് മീനിട്ട് കൊടുത്താലും മതി. ഇനി മീനെ നമ്മൾ നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഇതെല്ലാം യോജിപ്പിച്ചതിന് ശേഷം പൊട്ടാറ്റോ ഇതിനകത്തോട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ വേണമേ, ഇച്ചിരി കൂടെ സ്വല്പം കൂടെ. എണ്ണയൊക്കെ ഇതിനകത്ത് വളരെ കുറവ്, പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ എങ്ങനെയായാലും എണ്ണ ഒഴിക്കുമല്ലോ. പൊട്ടറ്റോ താണ്ടേ ഞാൻ സ്വല്പം ഇട്ടിട്ട് പിന്നെ കുറേശ്ശെ ഇട്ട് ഇളക്കണം. പൊട്ടറ്റോ ഈ സാധനം നമ്മൾ മീൻ എടുക്കുന്നതിൻ്റെ ഡബിൾ തന്നെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ എണ്ണ കുറഞ്ഞിരിക്കണം, വെള്ളം ഒരുപാടാകരുത്. വെള്ളം നനവ് അതിനെ ഉള്ളിയുടെ വറ്റിച്ചെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് ആദ്യം. അങ്ങനെ വെള്ളം കുറഞ്ഞു ഇരിക്കണം, എണ്ണയും കുറഞ്ഞിരിക്കണം. അതുപോലെ പൊട്ടറ്റോ നല്ല ഇങ്ങനെ ടൈറ്റിൽ കിട്ടത്തക്കണം. പൊട്ടറ്റോ വെള്ളം ഒഴിച്ച് വേവിക്കരുത്, പുഴുങ്ങി തോൽ കളഞ്ഞ് പൊടിച്ചെടുക്കുകയും ചെയ്യണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഹാഫ് ഞാൻ അങ്ങ് മാറ്റുവാണേ. മാറ്റിയേച്ച് പിന്നെ എപ്പോഴേലും എനിക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഞങ്ങളധികം മെമ്പേഴ്സൊന്നുമില്ല, അതുകൊണ്ടാണ്. ഇതിനും ഞാൻ 6-7 എണ്ണമേ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി എടുത്ത് വയ്ക്കും. നമുക്ക് മുട്ടയുടെ വെള്ളം ഇങ്ങനെ എടുക്കാം. മിക്സിയിലെ ജാറിൽ ഇങ്ങനെ അടിച്ചെടുത്തുകൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസും തയ്യാറാക്കി ഇനി നമുക്കിതിനെ ഒന്ന് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പിടിച്ചെടുക്കാം. ഒരു 6-7 എണ്ണം ഞാൻ തയ്യാറാക്കുവാണേ. ബ്രെഡ് വാങ്ങിച്ച് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ ബ്രെഡ് ക്രംസായി. അതുമല്ലെങ്കിൽ റസ്ക് വാങ്ങിക്കുക. റസ്ക് വാങ്ങിച്ചേച്ച് നമ്മുടെ നാട്ടിലെ അരകല്ലിൽ അത് റസ്ക് കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് ആ മേളത്തെ കല്ല് കുഴവി ആ സാധനം വെച്ച് ഒന്ന് നെരുക്കി കൊടുത്താൽ അത് പൊടിയായി കിട്ടും. ഒരുപാട് പൗഡറായി പോകത്തില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ മിക്സിയിൽ അടിക്കുവാണെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങ് പൗഡറായി പോകും. അപ്പോൾ ഒരു തരിതരിവോടെ വേണം, എന്നാലേ നമുക്ക് ഇത് ശരിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ 7 എണ്ണം പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓയിലൊഴിച്ച് ചൂടാകാൻ വെച്ചു. ഇനി ഇത് നമ്മൾ മുട്ടയുടെ വെള്ള അടിച്ചതാണ്, ബ്രെഡ് ക്രംസാണ്. ഞാൻ റസ്ക്കാണ് എടുത്തത്. അതിനകത്തോട്ട് നമ്മൾ മുട്ടയുടെ വെള്ളയിലോട്ട് അത് മുക്കി വെച്ച് പിടിച്ചു വെച്ചേക്കുന്നത് മുക്കി വെച്ച് ഈ റസ്ക് പൊടിയിലും മുക്കി എണ്ണയിലോട്ടിട്ട് ഇങ്ങനെ
പൊരിച്ചെടുക്കുക. ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ സിമ്മിലിട്ട് ചെയ്താൽ മതി. ഫുള്ളിലിട്ട് ആദ്യം നമ്മൾ എണ്ണ ചൂടാകാൻ സിമ്മിലിട്ടില്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും. മുട്ടയുടെ വെള്ളയും ഈ ബ്രെഡിൻ്റെ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ. അങ്ങനെ അതിനെ നമ്മൾ തിരിച്ചിട്ടു. ഇതിനൊരു നമ്മൾ ഈ കട്ട്ലേറ്റ് എടുക്കുന്നതിൻ്റെ ഒരു 1/4 ഭാഗം മുങ്ങിക്കിടക്കാനുള്ള എണ്ണയൊക്കെ മതി. കാര്യം തിരിച്ചിടുമ്പം അത് കറക്റ്റ് ആയിക്കോളും. അതുകൊണ്ട് ഒരുപാട് എണ്ണ ഒഴിച്ച് മുക്കിയൊന്നും പൊരിക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ നമുക്ക് 7 എണ്ണവും പൊരിച്ചെടുക്കാം. അടുത്ത 3 എണ്ണം ഞാൻ ഇനി ഇടാൻ പോവുകയാണേ. 1/2 കിലോ അല്ല 250 ഗ്രാമിൻ്റെ മീൻ എടുത്താലും നമുക്കിതുപോലെ നല്ല രീതിയിൽ ചെയ്തെടുക്കാം. എല്ലാ സാധനങ്ങളും ഇതിൽ പറഞ്ഞിരിക്കുന്നതിന് നേർ പകുതി എടുത്ത് ചെയ്താൽ മതി. എന്തായാലും ചെയ്ത് നോക്കണേ.